ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതെൻ്റെ കയ്യിലൊരു ചാമ്പക്കൻ്റെ തൈയാണ് കേട്ടോ. ഇത് പണ്ടെപ്പോഴോ കുരു വീണിട്ട് അങ്ങനെ മുളച്ച് വന്നൊരു തൈയായിരുന്നു. ഇത് ഞാനിങ്ങനെ ഈ ഒരു നല്ല വെയിൽ കിട്ടുന്ന ഈ ഒരു ഭാഗത്ത് കുഴിച്ചിട്ടു. പിന്നെ ഞാൻ അതിൻ്റെ ഓരോ വളർച്ചയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കിച്ചൺ വേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടായിരുന്നു കേട്ടോ. ഒരു സമയത്ത് അതൊന്ന് മുരടിച്ച് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ സാഫൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ നല്ല രീതിയിൽ ഉഷാറായി തുടങ്ങി. പിന്നെ ഞാൻ ഈ കിച്ചൺ വേസ്റ്റ് ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെ ഒക്കെ തോലിട്ട് കൊടുത്തിട്ട് ഇപ്പം നല്ല രീതിയിൽ തന്നെ തളിരിലകളൊക്കെ വന്നിട്ട് പ്ലാന്റ് നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ വീട്ടിൽ കയറി വരുന്ന ഫ്രണ്ട് ഭാഗത്താട്ടോ ഈ ഒരു മരം വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഫ്രൂട്ട്സിൻ്റെ വെജിറ്റബിൾസിൻ്റെ ഒക്കെ തോലൊക്കെ അവിടെ ഇട്ടിട്ട് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ആ ഒരു ഭാഗത്തെ മണ്ണ് കണ്ടില്ലേ നിങ്ങൾ, വളരെയധികം വൃത്തികേടായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലൊരു ട്രിക്സ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മണ്ണൊന്നും കറുത്ത് പോകാത്ത രീതിയിൽ നമുക്ക് ഇതിൻ്റെ വേസ്റ്റിൻ്റെ ഒക്കെ ഒരു ഗുണം നമ്മുടെ പ്ലാന്റ്സിന് കിട്ടുകയും ചെയ്യും. എന്നാൽ അത് മണ്ണിലൊന്നും കിടന്നിട്ട് വൃത്തികേടാവുന്നില്ല. അപ്പോൾ അത് ഞാൻ ചെയ്തിട്ടുള്ളത് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി എടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗം, അത് അടിഭാഗം ഒന്ന് മുറിച്ച് കൊടുത്തു. കുറച്ച് കണക്ഷൻ വെച്ചിട്ട്, മുഴുവനായിട്ടല്ല, കുറച്ച് കണക്ഷൻ വെച്ചിട്ട് മുറിച്ച് കൊടുത്തു. നമുക്ക് ഇങ്ങനെയും നമുക്ക് ചെയ്യാം. ഈ മേൽഭാഗം മുറിച്ചിട്ട് അടിഭാഗത്ത് നമ്മൾ നല്ല രീതിയിൽ തന്നെ ദ്വാരം ഇട്ട് കൊടുത്താൽ മതി. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വേസ്റ്റിൻ്റെ വെള്ളം ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അതിൽ വെള്ളം നിന്ന് കഴിഞ്ഞാൽ പുഴുക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു വെള്ളം നമ്മുടെ ചെടിക്ക് കിട്ടുകയും ചെയ്യും. ഈ ഒരു വേസ്റ്റ് ഒരു മാസം കഴിയുമ്പോഴത്തേക്കും അത് കമ്പോസ്റ്റായിട്ട് മാറുകയും ചെയ്യും. നമുക്ക് നമ്മുടെ മറ്റുള്ള ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ആ ഒരു കുഴി എടുക്കുകയാണ്, ആ ഒരു കുപ്പി കുഴിച്ചിടാനായിട്ട്. നമുക്ക് നല്ല വലുപ്പമുള്ള കുപ്പിയൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വേസ്റ്റ്, അന്നന്ന് കിട്ടുന്ന വേസ്റ്റൊക്കെ നമുക്ക് ഒരുപാട് അതിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പോൾ ഇതൊരു ചെറിയ കുപ്പിയാണ് എടുത്തിട്ടുള്ളത്, എങ്കിലും നമുക്കൊരു 2 ദിവസത്തെ വേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ അതൊന്ന് കമ്പോസ്റ്റായിട്ട് വരുന്ന സമയത്ത് ആ വേസ്റ്റ് ഇങ്ങനെ താന്ന് പോട്ടെ. അപ്പോൾ നമുക്കതിൻ്റെ മേലെ വീണ്ടും നമുക്ക് ഇട്ട് കൊടുക്കാം വേസ്റ്റുകൾ. അപ്പോൾ നല്ല രീതിയിൽ കുറച്ച് താഴ്ത്തിയിട്ട് തന്നെ കുഴിച്ച് മൂടുക, അല്ലെങ്കിൽ ആ ഒരു കുപ്പി മറിയാത്ത രീതിയിൽ നല്ല ടൈറ്റാക്കിയിട്ട് തന്നെ നമ്മൾ കുഴി എടുക്കുക കേട്ടോ. അപ്പോൾ ആ കുഴിച്ച സമയത്ത് ആദ്യം കുഴിച്ചിട്ട വേസ്റ്റൊക്കെ പുറത്തേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ വേസ്റ്റ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫ്രണ്ടിലൊക്കെ ആണെങ്കിൽ ആ ഒരു ഭാഗത്തുള്ള മണ്ണ് കറുപ്പ് കളറായിട്ട് മാറും കേട്ടോ. അപ്പോൾ ഒരു വൃത്തികേട്, നമുക്ക് അടുക്കളയുടെ ഭാഗത്തൊക്കെ ആണെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ ആവുന്ന സമയത്ത് എല്ലാവരും പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന ഒരു ഭാഗമായിരിക്കുമല്ലോ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ എത്രയും നല്ല വൃത്തിയിൽ നമ്മൾ വെക്കുന്നത് തന്നെയാണ് നല്ലത്. അത് കാണുന്ന നമുക്കും തന്നെ ഒരു ഇങ്ങനെ വൃത്തികേടാക്കി എടുക്കുമ്പോൾ നമുക്കും കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റ്സിന് അതിൻ്റെ വളം കിട്ടുകയും ചെയ്യും, എന്നാൽ അവിടെ വൃത്തികേടാവുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു വേസ്റ്റ് എടുക്കാനായിട്ട് നമുക്ക് വേവിക്കാത്ത എല്ലാ വേസ്റ്റുകളും നമുക്ക് എടുക്കാം കേട്ടോ. കിച്ചണിലുള്ള പഴത്തൊലി, ഫ്രൂട്ട്സിൻ്റെ തോലുകൾ, പച്ചക്കറിയുടെ എല്ലാ തോലുകളും നമ്മൾ എടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ കഷ്ണങ്ങളാക്കാനായിട്ട് ശ്രദ്ധിക്കുക. പഴത്തൊലിയൊക്കെ ആണെങ്കിൽ ആ പഴത്തൊലി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാതെ അതൊന്ന് കഷ്ണമാക്കിയിട്ട് അരിഞ്ഞിട്ട് നമ്മൾ കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കമ്പോസ്റ്റായിട്ട് മാറും കേട്ടോ. മുട്ടത്തോടൊക്കെ കഴിയുന്ന അത്രയും നല്ല രീതിയിൽ പൊടിച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കമ്പോസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ അങ്ങനെ പൊടിക്കാതെ അങ്ങനെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ കമ്പോസ്റ്റ് ആയിക്കഴിഞ്ഞാലും ആ ഒരു മുട്ടത്തോടൊക്കെ ചിലപ്പോൾ അങ്ങനെ തന്നെ കിടക്കും. അപ്പോൾ നമ്മൾ കൈകൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ ആകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കമ്പോസ്റ്റായിട്ട് മാറും. അല്ല നമ്മൾ മുട്ടത്തോടൊക്കെ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു വേസ്റ്റ് കമ്പോസ്റ്റ് ആയിട്ട് കഴിഞ്ഞാലും ആ മുട്ടത്തോടൊക്കെ അങ്ങനെ തന്നെ കിടക്കും. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മേലെ കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കുക. മണ്ണോ ചകിരിച്ചോറോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇട്ട് കൊടുക്കുക. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുഴുക്കളുടെ അല്ലെങ്കിൽ പ്രാണികളുടെ ഒക്കെ ശല്യം ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ ഇതൊന്ന് കമ്പോസ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ വെള്ളം നിന്ന് കഴിഞ്ഞാൽ തന്നെയാണ് പുഴുക്കളുടെ ശല്യമൊക്കെ ഉണ്ടാവുക. നമ്മൾ അടിയത്തെ മൂടി മാറ്റിയിട്ട് കുഴിച്ചിട്ടതുകൊണ്ട് തന്നെ മണ്ണിലേക്ക് അതിൻ്റെ വെള്ളം, വേസ്റ്റിൻ്റെ വെള്ളം അതിലേക്ക് ഇറങ്ങിക്കൊള്ളും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനൊന്നും മടിക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.